ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ വെബ് ബ്രൗസറിൽ നോട്ട്ബുക്ക് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു AI ടൂൾ തന്നെയാണ് അത്. നമുക്ക് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ നോട്ട് ഓൺലി ഫോർ സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ് ആൻഡ് ഓൾസോ ഫോർ റിസർച്ചേഴ്സ്. ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. അപ്പോൾ നമുക്ക് ഇതിൽ ശരിക്കും നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ ടൂളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജ് വരും. അതിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അതിൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓൾറെഡി പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്ന പ്രസൻറ്റേഷൻസാണ് ഇതിൽ കാണുന്നത്. അത് ഏതാ വേണ്ടതെങ്കിൽ നമ്മൾക്ക് നോക്കാം. കൂടാതെ ഇങ്ങനെ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്ലോഡ് റിസോഴ്സസ്, ഗൂഗിൾ ഡ്രൈവായിട്ടും ലിങ്കായിട്ടും നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട്, ഇതൊക്കെ റിസോഴ്സസ്. നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ എസൻസ് നമുക്ക് കൃത്യമായിട്ട് നല്ല 4 ടൈപ്പ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരും. ഇപ്പം ഞാൻ ജസ്റ്റ് ഡിസ്കവർ റിസോഴ്സസ് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ മറ്റതാണ് കൂടുതൽ യൂസ്ഫുൾ. ഡിസ്കവർ റിസോഴ്സസ് നിങ്ങൾ ആലോചിക്കും ChatGPT ഇതൊക്കെ ഒന്ന് ജസ്റ്റ് സജഷൻസ് യൂട്യൂബ് ഉണ്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഫീച്ചർ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ പഠിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബുക്സിന് നല്ല സജഷൻസ് ഉണ്ടായിരിക്കും, PDFs ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം കൂടി റെഫർ ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ സ്റ്റഡി നടത്താൻ സമയമില്ലാത്തപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ വിത്തിൻ നോ ടൈം പ്രിപ്പയർ ചെയ്യാനുള്ള അപ്പോൾ നമുക്കിത് പറ്റും. ഇപ്പം ഞാൻ ഡിസ്കവർ റിസോഴ്സസ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ എടുത്താണ്. മറ്റത് തന്നെയാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് കാരണം നമ്മൾ ഡിസ്കവർ റിസോഴ്സസ് പറയുമ്പോൾ നമ്മുടെ ടോപ്പിക്കിൻ്റെ റിലേറ്റഡ്, ഇപ്പോൾ ഞാൻ ആംഗുലർ ആൻഡ് റിയാക്ട് രണ്ട് ടെക്നോളജീസിനെ കുറിച്ചാണ്, വെബ് ഡെവലപ്മെൻറ്റ് ടെക്നോളജീസിനെ കുറിച്ചാണ് ഇവിടെ അടിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ റിസോഴ്സസും വന്നിട്ടുണ്ട്. അതിലാവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് താഴെ നിങ്ങൾ ഒരു ഇമ്പോർട്ട് എന്നുള്ളൊരു ബട്ടൺ കാണുന്നുണ്ടായിരിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള റിസോഴ്സസ് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും. അതർവൈസ് നമുക്ക് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കാണിച്ചത് മാതിരി ഇതിൽ നമുക്ക് 4 തരം ഔട്ട്പുട്ടായിട്ടാണ് കിട്ടുക. ഒന്ന് ഓഡിയോ റിവ്യൂ, ഒന്ന് വീഡിയോ റിവ്യൂ, ഒന്ന് മൈൻഡ് മാപ്പ്, ദെൻ റിപ്പോർട്ട്സ്. ഇങ്ങനെയാണ് നമുക്ക് വരിക. ഈ 4 തരം ഔട്ട്പുട്ടുകളായിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിവിടെ അൺടൈറ്റിൽ എന്ന് കണ്ടില്ലേ, അവിടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അക്കൗണ്ടിൽ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ഈ കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരിക്കും. അത് നമുക്ക് എപ്പോഴും റെഫർ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ നമ്മൾ ഓഡിയോ ഓവർവ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ റിസോഴ്സസ് ആണോ കൊടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഓഡിയോ റിവ്യൂ, വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ചെറിയ ഒരു ഓഡിയോ റിവ്യൂ നമുക്കത് കേട്ട് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കും എല്ലാം തന്നെ വളരെ യൂസ്ഫുള്ളായ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യും. പിന്നെ വീഡിയോ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ അതിൽ വീഡിയോ നമ്മൾ കൊടുത്ത മെയിൻ ടോപ്പിക്കിനെ കുറിച്ച് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. മെയിൻ പോയിൻറ്റ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ട്, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ നല്ല രീതിയിൽ വിഷ്വലി അട്രാക്റ്റീവായ രീതിയിൽ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്തിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു ഔട്ട്പുട്ട് മോഡൽ തന്നെയാണ് ഈ മൈൻഡ് മാപ്പത്തിൽ. അതിലെനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ നമുക്ക് റിപ്പോർട്ട്സ്, ഈ 4 രീതിയിലാണ് നമ്മൾ കൊടുത്ത റിസോഴ്സിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് വളരെ നല്ല യൂസ്ഫുള്ളായ രീതിയിൽ വരുന്നത്. ഇതിൽ റിപ്പോർട്ട്സിൽ ബ്രീഫിംഗ് ഡോക്യുമെൻ്റ് ഉണ്ട്, നമുക്ക് സ്റ്റഡി ഗൈഡ് ഉണ്ട്, FAQs ഉണ്ട്, ടൈം ലൈൻ. നമ്മൾക്ക് ഏതാണോ ആവശ്യം അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ. ഇപ്പം ഞാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ വീഡിയോ ഓവർവ്യൂ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഓഡിയോ ഓവർവ്യൂ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൈൻഡ് മാപ്പ് ഓൾറെഡി ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അത് റെഡിയായി വന്നിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രീഫിംഗ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നിടത്താണ് ഈ നോട്ട്സൊക്കെ ക്രിയേറ്റായി വരുന്നത്. സ്റ്റഡി ഗൈഡിലൊക്കെ മെയിൻ പോയിൻറ്റ്സ് അതിലെല്ലാം ഞാൻ ഓരോന്ന് ക്ലിക്ക് ചെയ്തല്ലോ, അപ്പോൾ അതെല്ലാം ജനറേറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ പ്രസൻറ്റേഷൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരിക്കും. കാരണം ഞാൻ ആ റിസോഴ്സസ് മൊത്തം അങ്ങോട്ട് ഞാൻ മറന്നുപോയി, അത് അൺടിക്ക് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ കുറച്ച് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ക്രിയേറ്റ് ആവും, ഓഡിയോയും ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ 4 ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൈൻഡ് മാപ്പ് റെഡി ആയതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ. നമുക്ക് വളരെ നല്ല രീതിയിൽ അത് മൈൻഡ് മാപ്പിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഞാൻ ആ ഒരു ടോപ്പിക്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് അതിന് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യാം. ആ
റിസോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. ആ ഒരു രീതിയിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മെയിനായിട്ടുള്ള നമ്മളുടെ അതിൻ്റെ കോൺസെപ്റ്റ്സ് എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും ഫുള്ളായിട്ടുള്ള. നമ്മൾ സ്റ്റഡി ഗൈഡ് എന്നുള്ളതിലും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട്സിൽ. അപ്പോൾ ഇതെല്ലാം ഇതിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വരും. നമുക്കതിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇവിടെ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് മൈൻഡ് മാപ്പിലെ എല്ലാ പോയിൻറ്റ്സും ഒന്ന് ഡീറ്റെയിൽഡായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്തൊക്കെ പോയിൻറ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണമെന്ന് കാണാൻ പറ്റും. ജസ്റ്റ് നമുക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് അതിലെ ഓവർവ്യൂ, കീ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഹൗ ദേ ഇൻക്ലൂഡഡ് ഓൾ ദ പോയിൻറ്റ്സ് ഇൻ എ റൈറ്റ് വേ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നും. വളരെ നല്ല, എനിക്കിത് കാണുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് വളരെ നല്ല രീതിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ഇത്. ഞാൻ അടുത്ത ഔട്ട്പുട്ടായിട്ടുള്ള വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടോ, ഒരു 6 minutes 18 seconds ഉള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ബട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ജസ്റ്റ് യു ട്രൈ ഇറ്റ്. അത് വളരെ ഒരു കോൺവെർസേഷൻ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്കതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷനും ഇവിടെ ജോയിൻ ബട്ടൺ കണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ ആൻസേഴ്സും നമുക്ക് ഓഡിയോ മോഡിൽ കിട്ടും. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതെല്ലാം. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വളരെ നല്ല യൂസ്ഫുള്ളായി ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, ഇതിനേക്കാൾ വളരെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്, യു പ്ലീസ് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.